നമസ്കാരം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കിടയിലുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും പരിശോധിക്കുകയാണ് പ്രവാസി ശബ്ദം. സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മാസ് പ്രസിഡന്റ് വാഹിദ് നാട്ടിക, കോൺഗ്രസ് പ്രതിനിധി മുനീർ കുമ്പള, ഇടത് സഹയാത്രികൻ സലീം ചോലമുഖത്ത് എന്നിവരാണ്. മൂന്ന് പേർക്കും സ്വാഗതം. ഞാൻ ആദ്യം മുനീറിലേക്ക് പോകുന്നു. ശ്രീ മുനീർ, ഇവിടെ ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യയിലും പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നതിൽ ഒരു രീതിയിലും ഒരു കൃത്യമായ പ്രതികരണം നടത്താൻ പറ്റാതെ കോൺഗ്രസ് കുഴങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ടാവും വാർത്തകൾ ഇവിടെ നിന്ന് വരുന്നതെല്ലാം. പ്രവാസികളായി ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രവാസ സംഘടനകൾക്ക് വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? കൃത്യമായൊരു നിലപാടിലേക്ക് എത്താൻ, ആ പരിപാടിയിൽ പങ്കെടുക്കണമോ കോൺഗ്രസ് വേണ്ടയോ എന്നുള്ളതിലൊരു നിലപാടിലെത്താൻ അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്കും അനുഭാവികൾക്കും സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു തർക്ക വിഷയമാണല്ലോ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോഴും അതിലൊരു തീരുമാനം എടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു കാലതാമസം, കുറച്ച് ആലോചിച്ചെടുക്കാവുന്ന രീതിയിലുള്ള അതിനുള്ള ഒരു കാലതാമസമാണ് വരുന്നത് എന്നാണ് എനിക്ക് അതിനോട് തോന്നിയത്. ഞങ്ങളിവിടെ ഒരു നോക്കിക്കാണുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ ഒരു തർക്കഭൂമി തന്നെയായിരുന്നു അത്. അവിടെയാണ് ഒരു കോടതിയുടെ, അതായത് അതൊരു പള്ളി മാറ്റിക്കൊണ്ട് അവിടെ ഒരു അമ്പലം പണിയല്ല ചെയ്തത്. ഇവിടെ പരമോന്നത കോടതിയുടെ വിധി പ്രകാരം വന്നിട്ടുള്ള, അതായത് 5 ഏക്കർ ഭൂമിയോളം മസ്ജിദ് പണിയാനും അതുപോലെ തന്നെ അവിടെ അമ്പലം പണിയാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു അമ്പലം പണിയുകയാണ്. അപ്പോൾ ആ ഒരു അമ്പലത്തിൽ എന്തുകൊണ്ട് ഇതിനെ ക്ഷണിക്കപ്പെട്ടത്, അതായത് ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധികളായിട്ട് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം. കാരണം വെച്ചാൽ അത് നമുക്കൊരു താങ്കളിലേക്ക് വരാം. ശ്രീ വാഹിദ്, ഇവിടെ കോൺഗ്രസ് പറയുന്നത്, ഇപ്പം മുനീർ പറഞ്ഞത് ഉൾപ്പെടെ കോൺഗ്രസ്സുകാർ പറയുന്നത് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല, അതായത് ഒരു സമയമെടുത്ത് അതിനുള്ള മറുപടി നൽകുമെന്നാണ്. പക്ഷേ ഇവിടെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യയിലെ ഒരു സെക്യുലർ പാർട്ടി എന്ന നിലയിൽ, ഇല്ലെങ്കിൽ അത്രയധികം ചരിത്രമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ഇവിടെ ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു കോൺഗ്രസ് ഒരു കാരണവശാലും പങ്കെടുക്കരുത് എന്ന നിലപാടെടുക്കാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കും? ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എന്തുകൊണ്ട് ഇത്രയധികം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുന്നു? എന്റെ സുഹൃത്തിന്റെ അഭിപ്രായത്തിൽ നിന്ന് കാണിക്കുന്നത് തന്നെ മാറിയ കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസിൽ നിന്ന് ഇപ്പോ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന കോൺഗ്രസിന്റെ രൂപമാണ് അദ്ദേഹം പറഞ്ഞ ഈ ഒരു അഴകുഴമ്പൻ വാചകം. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയാണ് ഇത് ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് തീരുമാനമെടുക്കാൻ സമയമെടുക്കും. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സമയമെടുത്തത് കൊണ്ടാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ സാധനം, ആ പള്ളി പൊളിക്കപ്പെട്ടത്. കാരണം ഇങ്ങനെ 40, 14, 25 ഭാഷ അറിയുന്ന അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു ഭാഷയിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പൊളിക്കപ്പെടുമായിരുന്നില്ല ബാബരി മസ്ജിദ്. അപ്പോ കോൺഗ്രസ് അന്ന് മുതൽ എടുത്ത അഴകുഴമ്പൻ നിലപാട് അത് ദൗർഭാഗ്യകരമാണ്. കാരണം ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ പാരമ്പര്യമാണ്. നെഹ്റു ഉയർത്തിയ, ഇന്ത്യയിൽ വളരെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന മതേതര രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ ശാസ്ത്രബോധം, ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസ് ഏതോ ഒരു പ്രാകൃത യുഗത്തിലേക്ക് ഇങ്ങനെ സമൂഹത്തെ കൊണ്ടുപോകുന്നത് അത് കാണുമ്പോൾ വല്ലാതെ സങ്കടം തോന്നുകയാണ്. ഇത് മാത്രമല്ല, ഇവിടെ പ്രവാസി സമൂഹത്തിൽ നിന്ന് പോലും ഇത്തരത്തിൽ ഒരു വാദഗതി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു മതേതരവാദി എന്ന നിലയിൽ വല്ലാത്ത വിഷമമാണ് അനുഭവപ്പെടുന്നത്. കാരണം നമുക്കറിയാം, ലോകത്തിന് മുമ്പിൽ തന്നെ ഇന്ത്യ അവഹേളിക്കപ്പെട്ടതാണ് ഡിസംബർ 6 എന്ന് പറയുന്ന ആ കറുത്ത ദിനം. ലോകത്തിന് മുമ്പിൽ അവഹേളിക്കപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ലോകത്തിന് മുമ്പിൽ അവഹേളിക്കപ്പെട്ട ഒരു കാര്യത്തിൽ ഞങ്ങൾ
അതിലൊന്നും വലിയ തെറ്റില്ല, കോടതിയുടെ വിധിയാണ് എന്നൊക്കെ പറയത്തക്ക രീതിയിലേക്ക് കോൺഗ്രസ് അനുഭാവികളുടെ മനസ്സ് മാറ്റുന്ന രൂപത്തിലേക്ക് സംഘപരിവാർ ആശയം കോൺഗ്രസിലെത്തി എന്നുള്ളതാണ്. അഥവാ പിന്നെ വളരെ കൃത്യമാണ് കാര്യം എങ്കിൽ പിന്നെ സംഘപരിവാർ നേരിട്ട് ചെയ്യുന്ന ആണ് ഏറ്റവും നല്ലത്. എന്തിനു കോൺഗ്രസിലൂടെ ചെയ്യണം? ഇപ്പോ അമ്പലം പണിയുക, പള്ളി പൊളിച്ച് അമ്പലം പണിയുക എന്നുള്ള അജണ്ട RSS അജണ്ടയാണ്, സംഘപരിവാർ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് മൗനാനുവാദമോ അല്ലെങ്കിൽ അതൊക്കെ നടത്തേണ്ടതാണ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് കോൺഗ്രസ് അനുഭാവികൾ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസിന് വലിയ പ്രസക്തി ഇല്ല, കോൺഗ്രസിന്റെ ആവശ്യവും ഇല്ല. കാരണം എന്താ? അത് RSSന്റെ അജണ്ടയാണ്. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ കോൺഗ്രസിന്റെ ആവശ്യമുണ്ടോ? പിന്നെ RSS തന്നെ പോരെ. അപ്പോൾ യഥാർത്ഥത്തിൽ നെഹ്റുവിന്റെ മതേതര നിലപാടിൽ നിന്ന്, ശാസ്ത്രബോധത്തിൽ നിന്ന് തികഞ്ഞ അന്ധവിശ്വാസവും അബദ്ധങ്ങളിലേക്കും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം എത്തി എന്നുള്ളതും അതിന്റെ പ്രവാസ ലോകത്തുള്ള അനുഭാവികളിൽ വരെ ഇത്തരത്തിൽ വളരെ വളരെ എന്താ പറയാ, എന്നെ അല്ലാതെ വളരെ സങ്കടപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു വാദഗതി പ്രവാസ രംഗത്തുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തിപ്പെടാവുന്ന രൂപത്തിലേക്ക് മസ്തിഷ്ക പ്രചാരണം നടന്നു എന്നുള്ളതാണ്. എത്ര കണ്ട് ദയനീയമാണ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ അവസ്ഥ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലോകത്ത് ഏതൊരു സമയത്തും December 6 എന്ന് കേട്ടാൽ പ്രതിഷേധിക്കപ്പെടേണ്ടത് മതേതരത്വത്തിന്റെ ഒരു കണികയെങ്കിലും അംശമായിട്ടുള്ള മനുഷ്യൻ പ്രതിഷേധിക്കേണ്ടതാണ്. മറിച്ച് അതൊക്കെ ഒരു സ്വാഭാവികമാണെന്നും കോടതി വിധിയാണ്. ഈ കോടതി വിധിയെ തന്നെ ഇന്ത്യയിലെ പരമോന്നത കോടതി വിധി വന്നിട്ടുള്ളത് എത്ര കണ്ട് ഒരു രാജ്യത്ത്, ഒരു മതേതര രാജ്യത്തിന്റെ മതേതര അടിത്തറയെ തകർക്കുന്ന രീതിയിലാണ് കോടതി വിധി വന്നിട്ടുള്ളത്. അതെ, വിധികളെ കുറിച്ച് നമുക്കറിയാം, വൈവിധ്യങ്ങളുള്ള ഒരുപാട് സംഭവങ്ങൾ അതിന്റെ പുറകിലുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ സലീം ചോലമുഖത്ത്, ഇവിടെ ഒരു ക്ഷേത്രം നമുക്കറിയാം, നൂറ്റാണ്ടുകളോളം ഒരു പള്ളി ഇരുന്നിടത്ത് കോടികൾ മുടക്കിയ ഒരു രാമക്ഷേത്രം പണിയുന്നു. അതിൽ എന്താണ് മതേതരം പറയുന്ന കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ ഇടതുപക്ഷം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ള വാദത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നോക്കൂ, ഈ വിഷയത്തില് ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഒരു അഭിപ്രായം കേട്ടപ്പോ തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ഞാൻ തടസ്സം നേരിട്ടുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. തുടങ്ങി വെച്ചത് കൊണ്ട് നിങ്ങൾ അതിനെടുത്തിട്ട് വേറെ രീതിയിൽ ഉപയോഗിക്കരുത്. താങ്കളിലേക്ക് വരാം. ശ്രീ സലീം, താങ്കൾ തുടർന്നോളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇത് വളരെ സുവ്യക്തം, ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ. അതിൽ ഏതെങ്കിലും 1% പോലും സംശയത്തിന് ഇട നൽകാത്ത വിധത്തിലാണ്. ഇന്ന് മാത്രമല്ല, ഈ വിഷയം തുടങ്ങിയ അന്ന് മുതൽ 1949 ഈ വിഷയം ആദ്യമായിട്ട് നമ്മുടെ ദേശീയ തലത്തിൽ ഇതൊരു വിഷയമായിട്ട് വരുന്നത്. GB പന്ത് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ സപ്പോർട്ടോടുകൂടി, KK നായർ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ അഡ്മിനിസ്ട്രേറ്ററുടെ പിന്തുണയോടുകൂടി, സംഘപരിവാറിന്റെ പിന്തുണക്കാരനായിട്ടുള്ള ആളുടെ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അന്നു മുതൽ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് സുവ്യക്തമാണ്. അതെന്തുകൊണ്ടാ? ഇന്ത്യൻ ഭരണഘടന എന്താണോ പറയുന്നത് അതിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്. കാരണം മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ മതപരമായ വിശ്വാസം എന്നുള്ളത് ഒരു പൗരന്റെ വ്യക്തിപരമായ തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ്. അതില് ഔദ്യോഗികമായി രാഷ്ട്രത്തിനോ ഔദ്യോഗിക സംവിധാനങ്ങൾക്കോ യാതൊരു പങ്കും വഹിക്കരുത് എന്നുള്ളത് കൃത്യമായി നമ്മുടെ ഭരണഘടന എഴുതി വെച്ചൊരു സംഗതിയാണ്. അതിൽ നിന്ന് എപ്പോഴൊക്കെ വ്യതിചലിച്ചിട്ടുണ്ടോ, ആരൊക്കെ വ്യതിചലിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഇന്ത്യയിലെ ഇടതുപക്ഷം ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് X or Y, ആർക്ക് അനുകൂലം ആർക്ക് പ്രതികൂലം എന്നുള്ളതല്ല പ്രശ്നം. ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തഃസത്തയ്ക്ക് നിരക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് മാത്രമായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാടിന്റെ അടിത്തറ. അത് തന്നെയാണ് ഇപ്പൊ ഈ വിഷയത്തിലും. നമുക്കറിയാം, 1992 ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അതിനു മുമ്പൊക്കെ ഇടതുപക്ഷം എടുത്ത നിലപാട് വളരെ വ്യക്തമാണ്. ആ 92 ഈ December 6 തകർക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ചേർന്ന ദേശീയോത്ഗ്രഥന കൗൺസിൽ, നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലിൽ ഇടതുപക്ഷത്തെ പ്രതിനിധികൾ സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തും EMS നമ്പൂതിരിപ്പാടും ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1992 December 6 ശേഷം ഈ ബാബരി മസ്ജിദ് വിഷയത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ കുറിച്ച് അന്നത്തെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയ ശ്രീമാൻ കൊരമ്പയിൽ അഹമ്മദ് ഹാജി അദ്ദേഹം നടത്തിയുള്ള പ്രസ്താവന, ഇടതുപക്ഷത്തിന്റെ നിലപാട് കൂരിരുട്ടിലെ രജതരേഖയാണ് എന്ന് അന്ന് UDF ഭാഗമായിരുന്ന മുസ്ലിം ലീഗിന്റെ ഘടകകക്ഷിയുടെ സംസ്ഥാന നേതാവായിരുന്ന കൊരമ്പയിൽ അഹമ്മദ് ഹാജി പോലും
അത് പരസ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം കൃത്യമായ നിലപാട് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ ആ കാര്യത്തിൽ. താങ്കൾ പറഞ്ഞതുപോലെ December 6 പോലും ഓർക്കേണ്ടതില്ല. കാരണം നമ്മൾ ഒരു ജനാധിപത്യ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ ഗാന്ധി വധവും അതിനുശേഷമുള്ള ബാബറി മസ്ജിദ് തകർത്തതും ഒക്കെ നമുക്കൊരു ഡേറ്റ് വെച്ച് പോലും ഓർക്കണ്ട, അവർ തന്നെയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് മാത്രം ഓർത്താൽ മതി എന്നുള്ള അവസ്ഥയിലൂടെ ഇല്ലെങ്കിൽ ആ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശ്രീ മുനീർ, എന്നിട്ടും എന്തുകൊണ്ട് ഇതിൽ താങ്കൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് നിലപാട് പറയും, ഇല്ലെങ്കിൽ തീരുമാനം പിന്നീട് ഉണ്ടാവുന്നത്. ആ പിന്നീട് എങ്ങനെ വരുന്നു? ഇത്ര ദിവസമായി സോണിയാഗാന്ധി സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചിട്ട് ഇത്ര ദിവസമായി, അതിനുശേഷം പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. കേരള നേതാക്കൾക്ക് ഒരു നിലപാടിലെത്താൻ സാധിക്കുന്നില്ല. ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കൃത്യമായ നിലപാടെടുക്കുന്നില്ല. കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. അത്തരത്തിൽ വലിയൊരു ആശങ്ക ഇല്ലെങ്കിൽ ആശയക്കുഴപ്പം അതിനുള്ളിൽ വരേണ്ട കാര്യം എന്താണ്? ധന്യ, ഇതില് രണ്ട് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ സഖാക്കൾ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ. ഇത് കാലങ്ങളായിട്ട് ഇവര് പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിലൊരു അജണ്ട സെറ്റ് ഉണ്ട്. നമ്മൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെയോ ഡോളറിന്റെ വില 50 ആക്കുമെന്നോ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്നോ പല വാഗ്ദാനങ്ങളും നടത്തി. ഒരു വാഗ്ദാനം പോലും നടപ്പിലാക്കാൻ ഇതുവരെ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ വന്ന 2019 ഇലക്ഷനാണ്. അന്ന് പുൽവാമ എന്നൊരു വിഷയം എടുത്തിട്ടുകൊണ്ട് രാജ്യസുരക്ഷയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെയും ചേരി. ഇത് അടുത്തൊരു വിഷയം വരിക, ഹിന്ദുത്വ കത്തിച്ചുകൊണ്ട് അവർക്ക് അധികാരത്തിൽ വരാനുള്ള നരേന്ദ്രമോദി എന്നല്ല ഭരിക്കുന്ന പാർട്ടി നടപ്പാക്കിയില്ലെങ്കിലും അവരുടെ ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ ഉപയോഗിച്ചിരുന്നതായിരുന്നു. അത്തരത്തിലൊരു വാഗ്ദാനമാണ് ഈ രാമക്ഷേത്രം എന്നുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരാണ് താഴെ പോകുന്നത്? ഞാൻ പറയട്ടെ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാന്നുള്ള സിദ്ധാന്തമല്ല കോൺഗ്രസ് ഈ രാജ്യത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഏത് ഭക്തരായാലും അവരെ ആരെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അവർക്ക് പ്രാർത്ഥിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അതിൻ്റെതായ നിലപാടുകളുണ്ട്. ആരെയും വീഴ്ത്തിക്കൊണ്ടോ ആരെയും മാറ്റി നിർത്തിക്കൊണ്ടോ പോകുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അതിന് ഒരു വ്യക്തമായ നിലപാടെടുക്കേണ്ട ആവശ്യവും അതിൽ തന്നെ ഉണ്ട്. പിന്നൊരു കാര്യം, ഇവരിപ്പോ പറഞ്ഞല്ലോ ഈ കോൺഗ്രസ് ആണ്, ഇവര് വലിയ ശുദ്ധരാണ്, നമ്മളൊന്നും ചെയ്യില്ല. വെറും 2 സീറ്റ് ഉണ്ടായിരുന്ന അദ്വാനിയും വിളിച്ചുകൊണ്ട് 1989 പാലക്കാട് ഒരു ഇതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് EMS അടക്കമുള്ളത് പള്ളി പൊളിച്ച് തർക്കം തീർക്കാന്നും പറഞ്ഞ് പ്രസ്ഥാനം ഇറക്കിയ ഞാൻ പറയട്ടെ, കുറച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലും കുറച്ച് തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ആ വികാരം, മുസ്ലിം വികാരം കത്തിച്ചുകൊണ്ട് ഇവർക്ക് ആ രാഷ്ട്രീയ ലാഭം നേടാം എന്നുള്ള ചിന്താഗതിയാണ് ഇവരുടെ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. അല്ലാതെ വേറൊന്നുമില്ല. കോൺഗ്രസ് ഇപ്പോൾ ഒരു മതവിശ്വാസിയുടെ ഇവിടെ മുസ്ലിം വികാരം എന്നുള്ള ഈ പറയുന്ന ന്യൂനപക്ഷ വികാരം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഈ വികാരം കത്തിക്കലും ഇതെല്ലാം ഇവരുടെ ഒരു അജണ്ട സെറ്റപ്പിന്റെ ഭാഗം മാത്രമാണത്. അല്ല, ഇവർ ആരാണ് ഈ പാലൂട്ടി അദ്വാനിയെ പോലെയുള്ള ആളുകളെ പാലൂട്ടി വളർത്തിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള EMS ഹർകിഷൻ സിംഗ് സുർജിത്ത് അടക്കമുള്ള ആളുകൾ ഇവരുടെ ആളുകളാണ്. അതെന്താ ഇവര് പറയാത്തത്? അവർക്ക് അത് മാത്രം പറയാനുള്ള കാര്യങ്ങളുമില്ല. ഇവരെ പോലെ എട്ടാവെട്ടത്തിൽ കിടന്ന് കേരളത്തിൽ കളിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്, ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസിന് പല കാര്യങ്ങളും അതിൽ നോക്കേണ്ട ആവശ്യമുണ്ട്. അന്ന് പഴയ കാലം പോലെ 60-50 സീറ്റും ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കോൺഗ്രസിന് നോക്കേണ്ടതുണ്ട്. പക്ഷേ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചരിത്രം കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം ഇടതുപക്ഷക്കാരൊക്കെ പലരും പറയുന്നുണ്ട് സോണിയാഗാന്ധി അല്ലെങ്കിൽ പിന്നെ ആര്, കെ മുരളീധരൻ ചോദിച്ചതുപോലെ ഭാര്യയെ ഉപേക്ഷിച്ച്, വളരെ ബാലിശമായിട്ടുള്ള പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത്, ഭാര്യയെ ഉപേക്ഷിച്ച് മോദിക്ക് ഇത് സാധിക്കില്ല, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യനല്ല എന്നൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പല നേതാക്കളും ഇവിടെ പ്രതികരിക്കുന്നത്. സോണിയാഗാന്ധി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ചടങ്ങിന് പോവുക എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വ്യക്തമായിട്ടാണ് ഇപ്പം ഇടതുപക്ഷ അനുകൂല ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇതിൽ വളരെ പുച്ഛത്തോടെ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത സ്റ്റേറ്റ്മെന്റുകളെ ഒക്കെ അവരങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്. അപ്പം അത്തരത്തിൽ കേരളത്തിൽ ഒരു വലിയ തകർച്ച, താങ്കൾ ഈ പറഞ്ഞ ന്യൂനപക്ഷത്തെ പോലും അടുപ്പിക്കാൻ കോൺഗ്രസിന് ഇവിടെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ അവര് മുതലെടുക്കുന്നതിൽ എന്താണ് തെറ്റ്?
എനിക്ക് തോന്നുന്നില്ല. ന്യൂനപക്ഷമൊക്കെ കേരളത്തിലെ മുസ്ലിം വിഭാഗമൊക്കെ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അവർക്കൊക്കെ ഇവരുടെ ഈ കത്തിക്കലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ലാതെ ഇതുപോലെ വൈകാരികമായ കാര്യങ്ങളിൽ ഇവർ മുമ്പെടുത്തിട്ടുള്ള നിലപാടുകൾക്ക് വിട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ശ്രീ വാഹിദ് നാട്ടിക, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയാത്തത് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് എടുത്തിരിക്കുന്ന നിലപാട് കൊണ്ട് ഇപ്പോൾ CPM CPI പോലെയുള്ള ഇപ്പം യെച്ചൂരിയുടെ വാക്കുകൾ നമുക്കറിയാം, സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് നമുക്കറിയാം. അത് അത്തരത്തിലുള്ള പെട്ടെന്ന് എടുക്കുന്ന ഒരു നിലപാട് കൊണ്ട് LDF-നെ സംബന്ധിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടമാകാനുണ്ടോ? ഇലക്ഷൻ വരാനിരിക്കെ ഇപ്പോൾ എടുത്തത് ഒരു എടുത്തുചാട്ടമായിട്ട് കരുതേണ്ടതുണ്ടോ? നോക്കൂ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. മറിച്ച് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ശില അതെന്താണ്? ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിന്റെ അടിസ്ഥാന ശില ഇന്ത്യ ഇസ് എ സെക്യുലർ. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ മതേതരത്വം എന്നുള്ള വാക്ക് അവസാനിക്കുന്നതോടെ ഇന്ത്യ ഇല്ലാതാവുകയാണ്, അവസാനിക്കുകയാണ്. ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം തന്നെ അവസാനിക്കുകയാണ്, മതേതരത്വം ഇല്ലാതാകുന്നത്. കാരണം ലോകത്തിലെ തന്നെ മുസ്ലിം ജനസംഖ്യയിലെ രണ്ടാം കക്ഷിയായി നിൽക്കുന്ന, രണ്ടാം ജനസംഖ്യാനുപാതത്തിൽ നോക്കിയാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള അടിസ്ഥാന വേര് അതാണ് ഈ അയോധ്യ പ്രശ്നം എന്നുള്ളത്. അത് അന്ന് തന്നെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു സെക്യുലറിസ്റ്റ് വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോ എത്രയും വേഗം കൊണ്ടുപോയി അത് കടലിലോ നദിയിലോ ഒഴുക്കാൻ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും വെച്ച് ഈ രാജ്യത്തെ തകർക്കരുത് എന്നുള്ളതാണ്. ഇദ്ദേഹം നേരത്തെ പറയുന്നുണ്ട് ഈ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ട് അന്ധവിശ്വാസങ്ങളെയും അബദ്ധങ്ങളുമാണ് രാജ്യത്ത് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ജവഹർലാൽ നെഹ്റുവിന് തിരിച്ചറിയാമായിരുന്നു. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന്റെ നിലവാരത്തിലേക്കോ അതിന്റെ ഒരു 100 അംശത്തിലേക്കോ തകർന്ന് ഇന്ത്യ എന്ന രാജ്യത്ത് പല വിഭാഗമായി നിങ്ങൾക്ക് ഗണപതിയെ കളിയാക്കാം, നിങ്ങൾക്ക് അയ്യപ്പനെ കളിയാക്കാം. പക്ഷെ അങ്ങനെയല്ല ഒരു കോൺഗ്രസ്സുകാരന്റെ രീതി. കോൺഗ്രസ്സുകാരൻ അയ്യപ്പനെ കളിയാക്കാനും ഗണപതിയെ കളിയാക്കാനും നിൽക്കില്ല. കാരണം ഈ ഭാരതത്തിന്റെ സംസ്കാരം വിഭാഗമുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. അവരെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കോൺഗ്രസ് സംസ്കാരം. അതാണ് ഇന്ത്യൻ സംസ്കാരം. എല്ലാവരും ശ്രീ മുനീർ, ഇവിടെ ഇപ്പോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ബാബറി മസ്ജിദ് ആയിരുന്നു കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് തുടക്കം എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ബാബറി മസ്ജിദ് തകർത്തു, രാമക്ഷേത്രം താങ്കൾ ഒരു നിമിഷം പ്രധാനമന്ത്രിയും സ്വീകരിച്ച നിലപാട് സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അവർ പറയാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ്സുകാരനായിരുന്നില്ല എന്ന് എന്റെ സുഹൃത്ത് പറയുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും ആയിരുന്നില്ല. ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് ഇത് അന്ധവിശ്വാസമാണ്, ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, ജവഹർലാൽ നെഹ്റു കോൺഗ്രസ്സുകാരനായിരുന്നില്ല എന്ന് പറയുന്നതെങ്കിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ കരുതുന്നത് ജവഹർലാൽ നെഹ്റു ആണ് കോൺഗ്രസ്, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ശ്രീ മുനീർ ഇവിടെ ഇപ്പോ പങ്കെടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഈ പരിപാടിയിൽ ശ്രീ വാഹിദ് താങ്കളിലേക്ക് വരാം. ശ്രീ മുനീർ ഇവിടെ പങ്കെടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഹിന്ദു വികാരത്തിന്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് പഴി കേൾക്കേണ്ടി വരും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണോ കേരളത്തെ വിട്ടേക്കോ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടി അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൂട്ടുന്നതിന് എന്താ പറയാ തന്നെയാണ്? ഒരിക്കലും ഇത് എത്രയോ കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസമാണത്. ഇവർക്ക് വിശ്വാസം എങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശ്വാസം എങ്ങനെ സെക്യുലർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് വിശ്വാസത്തിന് എങ്ങനെയാണ് ഇത്രയധികം പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നത്? വിശ്വാസമുള്ളവരും മറ്റ് ക്ഷേത്രങ്ങളെ കുറിച്ചോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസത്തെ കുറിച്ചോ വിശ്വാസത്തെ അനിക്കുന്ന രീതിയെ കുറിച്ചോ ഒന്നുമല്ല ഇവിടെ. ബാബറി മസ്ജിദ് തകർത്ത് നിർമ്മിച്ച ക്ഷേത്രമാണത്.
ആ സ്ഥലം തർക്കഭൂമിയാണ്, അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചരിത്രം നമുക്കറിയാം. അവിടെ ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നു എന്നുള്ളതാണ്, അതാണ് അതിന്റെ പ്രാധാന്യം. അയോധ്യ മാത്രമാണ് ഇതിന്റെ പ്രാധാന്യം. മറ്റു ക്ഷേത്രങ്ങളോ വിശ്വാസങ്ങളോ ശബരിമലയോ ഒന്നും ഇതിൽ പ്രശ്നമല്ല. മറ്റു ക്ഷേത്രങ്ങളിൽ പോന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു ഒരുപാട് മതവിശ്വാസികൾ ഉള്ള ഒരു പാർട്ടിയാണ്, അതുകൊണ്ട് അതൊന്നും തടയാൻ സാധിക്കില്ല. അതൊക്കെ ശരിയാണ്. അത്തരത്തിൽ എല്ലാവരെയും ഒരുപാട് വിശ്വാസമുള്ള ആളുകളെ എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പാർട്ടി തന്നെയാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഇതായിരുന്നു നിലപാടെടുക്കേണ്ടിയിരുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു വൈകാരികമായിട്ട് ചില അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കളിയാണ് നടക്കുന്നത്. ആ കളിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് വിശ്വാസികളെ വ്രണപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. നാളെ കൂടെയുള്ള മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ലീഗിനെ പോലെയുള്ള സമസ്തയെ പോലെയുള്ള ആളുകൾ ഇതൊരു പരമോന്നത കോടതി വിധിയെ മാനിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഒരാള് ഉണ്ടാക്കിയ ഒരു സാധനമല്ല. അതിൽ പോകുന്നതിൽ എന്ത് തെറ്റാണ് അതിലുള്ളത്? ആ കോടതി വിധി ശബരിമലയുടെ കാര്യത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് നടപ്പാക്കാൻ സമ്മതിച്ചില്ല? കോൺഗ്രസ് ഉൾപ്പെടെ കേരളത്തിൽ ശബരിമല വിഷയം വന്നപ്പോൾ എന്തുകൊണ്ട് ആ കോടതി വിധി, അതേ കോടതിയാണ് ഇതും പറഞ്ഞത്? എങ്ങനെ അത് ഒരു ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രമാണമല്ലേ തന്നെയാ? അതും ഇതുമായിട്ട് എന്തൊക്കെയാ പറയുന്നത്? എന്താ പറയുന്നത്? സുപ്രീം കോടതി എവിടേക്ക് എത്തി കോൺഗ്രസ് എന്നുള്ളതാണ്. കോൺഗ്രസ് ഒരു പൂർണ്ണമായ RSS ആയി, മനസ്സുകൊണ്ട് RSS ആയി എന്നുള്ളതാണ്. അല്ലല്ല, നിങ്ങൾ ശബരിമലയുടെ വിധിയായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. കോൺഗ്രസ് RSS ആയിരുന്നോ? നിങ്ങൾ പള്ളി പൊളിച്ച് അമ്പലം പണിയാനാണെങ്കിൽ അമ്പലം പണിഞ്ഞ് ശ്രീ വാഹിദ് മുനീർ, രണ്ടുപേരിലേക്കും ഞാൻ വരാം. വിഷയമായാലും ഏതൊരു വിഷയമായാലും ആ ഒരു ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടിന് ശരി, രണ്ടുപേരിലേക്കും ഞാൻ വരാം. ശ്രീ സലീം ചോലമുഖത്ത്, ഇവിടെ ഇപ്പം കേരളത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പുകളെ മാത്രം മുൻനിർത്തി സംസാരിക്കുകയാണെങ്കിൽ ആ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ കാരണം കൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷം ചിന്തിക്കുന്ന രീതിയിൽ ഇവിടെ നമുക്കറിയാം എത്രത്തോളം ഏതൊക്കെ പാർട്ടികളിലേക്ക്, ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും വോട്ടിംഗ് ശതമാനം എങ്ങനെ പോയിട്ടുണ്ട്, എവിടെയൊക്കെ വോട്ട് ചോർന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കഴിഞ്ഞ 4 വർഷത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട്, അതിനപ്പുറത്തേക്കുള്ള പല സംഭവങ്ങളിലുമുണ്ട്. പല നിലപാടുകൾ എടുത്തതിൽ പോലും ഇടതുപക്ഷ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ BJP കേരളത്തിൽ ഉപയോഗിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? കോൺഗ്രസിന് ഈ വിഷയത്തിലെ നിലപാടെടുക്കായിക അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിൽ ബാധിക്കുമെന്നാണ് കരുതുന്നത്? അല്ല, ഞാൻ പറയുന്നത് ഇതിപ്പോ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം മാത്രമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ തുരങ്കം വെക്കുന്ന നിലപാട് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും അത് ചോദ്യം ചെയ്യപ്പെടണമെന്നും ജനങ്ങളെ അതിന്റെ പിന്നിൽ അണിനിരത്തണമെന്നുമാണ് കൃത്യമായ നിലപാട്. പിന്നെ ശ്രീ മുനീർ പറഞ്ഞു, നമുക്കറിയാം കോൺഗ്രസ് വിശ്വാസികളുടെ പാർട്ടിയാണ്. അങ്ങനെയെങ്കിൽ പോകണം. ഇപ്പൊ നമുക്കറിയാം ഈ ക്ഷണം കിട്ടിയ ഉടനെ സോണിയാഗാന്ധി എന്താ പറഞ്ഞത്? സന്തോഷത്തോടു കൂടി അതിൽ സ്വീകരിക്കുന്നു, അതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞല്ലോ. അത് പറയാൻ ഒരു തീരുമാനവും ഒരു ചർച്ചയും ഒരു കൂടിയാലോചനയും സോണിയാഗാന്ധിക്ക് വേണ്ടി വന്നില്ല. ഇപ്പോ അതിനുശേഷം ജനങ്ങൾക്കിടയിൽ അറിയിക്കാമെന്നാണ് ഇന്നുവരെ NDTV പോലുള്ള മാധ്യമങ്ങൾ അടിച്ചുവിടുന്നത് മാധ്യമങ്ങൾ അടിച്ചുവിടുന്നുകൊണ്ടെന്ന് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെയാണ് വാർത്തകൾ അറിയുന്നത്. അതാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ല, ഇന്നത്തെ മാധ്യമ വാർത്ത അറിയാൻ നിങ്ങൾക്ക് അറിയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഈ 2 സീറ്റുള്ള BJP 89 സീറ്റാക്കി. ആരാണ് ആക്കിയത്? ഈ രാജീവ് ഗാന്ധിയുടെ നമുക്കറിയാം 1985 മുതൽ 89 വരെയുള്ള രാജീവ് ഗാന്ധി 84 മുതൽ 89 രാജീവ് ഗാന്ധി മന്ത്രിസഭ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി, പണ്ഡിറ്റ് നെഹ്റുവിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാജീവ് ഗാന്ധി മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. പക്ഷെ പിന്നീട് എന്താ ഉണ്ടായത്? കുത്തഴിഞ്ഞ ഭരണം, കൊടികുത്തിയ അഴിമതി, ബോഫോഴ്സ് ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ,
ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരം വന്നു. അപ്പൊ പിന്നെ കോൺഗ്രസ് ഒഴികെ ഏത് ചെകുത്താൻ വന്നാലും ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളൊരു അന്തരീക്ഷം കോൺഗ്രസ് ആണ് സൃഷ്ടിച്ചത്. അതിന്റെ ഒരു രാഷ്ട്രീയമായ ഇടതുപക്ഷം ബിജെപിയുമായിട്ട് ഒരു തരത്തിലുമുള്ള ധാരണയുണ്ടാക്കിയിട്ടില്ല. ഇവര് തന്നെയാണ് ബിജെപിയെ പാലൂട്ടി. അല്ല, ഞാൻ ചോദിക്കട്ടെ ശ്രീ സലീം വാഹിദ്, ശരി ശരി ശ്രീ മുനീർ, ഞാൻ എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. സർക്കാരുകളിൽ ഒന്നായിട്ട് ഒന്നാം യുപിഎ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഈ ഇടതുപക്ഷമായിരുന്നു. അപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിൽ അന്ധമായ രാഷ്ട്രീയ വിരോധമേ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 10-60 കൊല്ലമായിട്ട് എതിർത്തിരുന്ന കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കേണ്ട ഒരു ബാധ്യതയും ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷെ 2004 അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി തന്നെയാണ് പ്രധാനം. ഇപ്പോഴും ഞങ്ങൾ അതാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നിങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞ 5 വർഷക്കാലമായി UDF എംപിമാർ ശരി, നമ്മുടെ സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. സലീം, ഒരു നിമിഷം. 2019 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കേന്ദ്രത്തിലും പാർലമെന്റിലും പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിന്റെ എല്ലാ താല്പര്യങ്ങൾക്കും എതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത 18 UDF എംപിമാരെ ജനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അവിടെ ബാബരി മസ്ജിദിന്റെ പ്രശ്നം, ആ നിലപാട് തീർച്ചയായിട്ടും ജനങ്ങൾ പരിശോധിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഒറ്റ കാര്യം ശ്രീ മുനീറിനോട് ചോദിക്കട്ടെ. സലീം, താങ്കളൊന്ന് ഇനിയിപ്പോ ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടി, ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഒരു കാര്യം, എന്റെ സമയം തീർന്നു, അതുകൊണ്ടാണ്. ശ്രീ മുനീർ, ഇവിടെ ഞാൻ വീണ്ടും ഇവിടുത്തെ UDF മുന്നണിയിലേക്ക് വരികയാണ്. UDF മുന്നണിയെ സംബന്ധിച്ച് നമുക്കറിയാം അതിൽ എത്ര പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ കൃത്യമായ നിലപാട് മറ്റൊരു പാർട്ടിക്കും എടുക്കാൻ കഴിയാത്ത തരത്തിൽ ലോക്കായിട്ടിരിക്കുകയാണെന്നുള്ളതും സാധാരണ മനുഷ്യന്മാർക്ക് ചിന്തിച്ചാൽ ജനതാദളിലേക്ക് പോയി. ജനതാദളല്ല, നിങ്ങൾക്ക് ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി? ആരാണ്? ലീഗാണ്. ലീഗിനെ സമ്മർദ്ദത്തിലാക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി എന്താകുമെന്നാണ് താങ്കൾ കരുതുന്നത്? കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി എന്താണ് ലീഗ് ഇത്തരത്തിൽ സമ്മർദ്ദത്തിലായാൽ? ശ്രീ മുനീർ, ഇവിടെ അദ്ദേഹം ചോദ്യം കേൾക്കാൻ തയ്യാറല്ലല്ലോ. UDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലൊന്ന് ലീഗാണ്. ലീഗിന് നിലവിൽ ഒരു തരത്തിലും യാതൊരു തീരുമാനമെടുക്കാനോ ഇല്ലെങ്കിൽ നിലപാട് പറയാനോ സാധിക്കാത്ത തരത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുന്ന സാഹചര്യമാണ്. അത് പിന്നെ എന്തുകൊണ്ട് ലീഗ് എന്തുകൊണ്ട് നിലപാട് പറയുന്നില്ല? കോൺഗ്രസ് പറയട്ടെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു? ഇവര് ഈ വെള്ളം മേടിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവര് കുറച്ച് എന്താ പറയുക, ഇലക്ഷൻ എടുക്കാറായി, ഒരു ബസ്സൊക്കെ കൊണ്ടുപോയി നോക്കി, എവിടെ എത്തുന്നില്ല. അപ്പൊ കുറച്ചൊരു ഇനിയിപ്പോ ഈ ന്യൂനപക്ഷങ്ങളെ കുറച്ചും കൂടി വൈകാരികമായി കത്തിച്ച് എന്തെങ്കിലും നേടിയെടുക്കാൻ ഇവിടെ പ്രതിപക്ഷത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട് ശ്രീ മുനീർ. ഇന്ത്യയിലൊട്ടാകെയുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട്. പ്രതിപക്ഷത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന വലിയൊരു വിഭാഗം ജനം ഇവിടെയുണ്ട്. അവിടെയാണ് ഈ മൗനം പാലിക്കുന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും എന്നുള്ളതാണ് സങ്കടകരം. നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നന്ദി ശ്രീ വായിത് നാട്ടിക, ശ്രീ മുനീർ കുമ്പള, ശ്രീ സലീം ചോലമുഖത്ത്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.